അവിടെ കുറേ കബറിടങ്ങൾ കണ്ടില്ലേ, ശവക്കല്ലറകൾ, ഗ്രേവ് യാർഡ്സ്, ഇതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ യുഗോസ്ലാവ് യുദ്ധത്തിലും വേൾഡ് വാറിലൊക്കെ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ശവക്കല്ലറകളാണ്. സ്റ്റേഡിയം സെമിത്തേരി എന്നാണ് ഈ സെമിത്തേരിക്ക് പറയാം. 1992 മെയ് 2 സെർബിയൻ ആർമി സരാവക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കണം. ഉപരോധം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ശരിക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ മലനിരകൾ കണ്ടില്ലേ, ആ മലനിരകളുടെ മുകളിൽ നിന്ന് ഡെയിലി 350 മുതൽ 400 വരെ ഗ്രനേഡും ബോംബും ഈ സരാവോ ടൗണിലേക്ക് അവർ ഇട്ടുകൊണ്ടിരുന്നു. ഏകദേശം 12,000 ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും പ്രായമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അവർ അടക്കിയ സ്ഥലമാണിത്. ഓക്കെ, ഉണ്ടല്ലേ, ഏകദേശം 12,500 ആൾക്കാർ ആ ഒരു 4 വർഷക്കാലം 1992 മുതൽ ഏകദേശം 1400 സംതിങ് ദിവസങ്ങൾ ഈ സരാവോനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇവിടെയുള്ള ആൾക്കാരെ മാക്സിമം കൊല്ലാൻ പറ്റുന്ന ആൾക്കാരെ അവർ കൊന്നു. അന്ന് മരണപ്പെട്ട ആൾക്കാരുടെ ശവകുടീരങ്ങളാണിത്. ഓക്കെ, ഈ കബറിനുള്ളിൽ ഇങ്ങനെ റോസാ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ് ചെടി മാത്രമല്ല, പല ചെടികളും വെച്ചിട്ടുണ്ട്. ഓക്കെ, പൂക്കളുണ്ടായി, ഒരുപാട് പൂക്കളുണ്ടായി നിൽക്കണം. ഈ പൂക്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടാവും അല്ലേ. ഈ ബോസ്നിയക്കാർ പൊതുവെ കുറച്ച് ടഫാണ്. നമ്മളിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരില്ല, ചിലപ്പം ചിരിക്കില്ല. എന്തെങ്കിലും ചോദിച്ചാലേ ചിരിക്കൊന്നുമില്ല. അപ്പം അത് നമുക്ക് ഇവർ വന്ന ആ പാതകൾ അല്ലെങ്കിൽ ഒരു കടന്നു വന്ന വഴികളൊക്കെ ആലോചിക്കുമ്പം അതൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ അടുത്ത കാലം വരെ 1992 എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആ സമയത്തിൽ ജനിച്ച അല്ലെങ്കിൽ എവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് പോലും അന്നത്തെ ആ യുദ്ധത്തിൻ്റെ യുഗോസ്ലാവിയൻ യുദ്ധത്തിൻ്റെ ആ കെടുതികൾ അല്ലെ ദുരന്തങ്ങൾ ഒരു വീട്ടിലൊരാളെങ്കിലും കൊല്ലപ്പെടാതിരുന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അത്രയും ഓരോരുത്തരും ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സൊക്കെ ആ ഒരു സംഭവത്തോട് സമം കൊണ്ട് തന്നെ ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ സ്വഭാവം അങ്ങനെ ആണെങ്കിൽ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല അല്ലേ.